കൃഷ്ണപക്ഷ ഷഷ്ടിയാണ് 2026 ജൂൺ 6 ശനിയാഴ്ച. ഷഷ്ടി ദിനവും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. ഇരട്ടി ഫലം നൽകും. വ്രതാനുഷ്ഠാന രീതിയും വ്രതമെടുക്കാൻ സാധിക്കാത്തവർ എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പ്രീതിക്കായി ഭക്തർ അനുഷ്ഠിക്കുന്ന പ്രധാനപ്പെട്ട വ്രതമാണ് ഷഷ്ടി വ്രതം. വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം. ഷഷ്ടിയുടെ തലേ ദിവസമായ പഞ്ചമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതം ആരംഭിക്കാം. ഷഷ്ടി ദിവസം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറോ ഫലവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക. ദിവസം മുഴുവൻ സുബ്രഹ്മണ്യ മന്ത്രങ്ങളും സ്കന്ദഷഷ്ടി കവചവും ജപിക്കുന്നത് ഉത്തമമാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകും. സന്താനലബ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദാമ്പത്യ കലഹങ്ങൾ മാറുന്നതിനുമെല്ലാം ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കുന്നവരെല്ലാം എടുക്കുക. ഷഷ്ടി ദിവസം പൂർണ്ണമായ വ്രതം എടുക്കാൻ ശാരീരികമായി സാധിക്കാത്തവർ, അല്ലെങ്കിൽ രോഗികൾ, ഗർഭിണികൾ, പ്രായമായവർ, കുട്ടികൾ, അങ്ങനെ സാധിക്കാത്തവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ലളിതമായ മറ്റു വഴികളുണ്ട്. ഉപവസിക്കാൻ സാധിക്കാത്തവർക്ക് പഴങ്ങൾ, പാൽ, കഞ്ഞി അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ശരീരം അധികം ബുദ്ധിമുട്ടിക്കാതെ വ്രതം നോൽക്കാവുന്നതാണ്. അല്ലെങ്കിൽ സസ്യഭക്ഷണം അന്നേ ദിവസം പൂർണ്ണമായും മാംസാഹാരം ഒഴിവാക്കി ഉള്ളി, വെളുത്തുള്ളി എന്നിവയെല്ലാം ഒഴിവാക്കി ശുദ്ധമായ സസ്യഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക. ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുന്ന വഴിപാടുകളെല്ലാം സമർപ്പിക്കുക. ദാനധർമ്മങ്ങൾ പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്ക് അന്നദാനം നടത്തുന്നത് വ്രതാനുഷ്ഠാനത്തോളം തന്നെ ഫലം നൽകുന്ന ഒരു കാര്യമാണ്. അന്നേ ദിവസം വ്രതമെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുക. കോപം, അസൂയ, പരദൂഷണം എന്നിവയെല്ലാം ഒഴിവാക്കി മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അന്ന് ജപിക്കാൻ സാധിക്കുന്ന സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ നോക്കാം. സുബ്രഹ്മണ്യ ഷഡാക്ഷര മന്ത്രം ഓം ശരവണ ഭവ. സുബ്രഹ്മണ്യ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 6 അക്ഷര മന്ത്രമാണിത്. ശരവണ പൊയ്കയിൽ അവതരിച്ച ദിവ്യശക്തിയെ എന്നിൽ പ്രകാശിച്ചാലും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉള്ളിലെ ഭയം, മാനസിക അശാന്തി, നെഗറ്റീവ് ഊർജം എന്നിവയെല്ലാം മാറി ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഓം ശരവണ ഭവ. അടുത്തത് സുബ്രഹ്മണ്യ മൂലമന്ത്രം ഓം വജൽ ഭുവേ നമ. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ശത്രുദോഷ പരിഹാരത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാകുന്നതിനുമെല്ലാം ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഓം സ്കന്ധായ നമ. ദുരിതനാശത്തിനാണ്. ഓം ഗുഹായ നമ. ഹൃദയശുദ്ധിക്ക്. ഓം ഷൺമുഖായ നമ. 6 മുഖങ്ങളുള്ള ഭഗവാന്റെ അനുഗ്രഹത്തിനായുള്ള മന്ത്രമാണ്. ഓം ദേവസേനാപതയെ നമ. കർമ്മരംഗത്തെ വിജയത്തിനായുള്ള മന്ത്രമാണ്. കൂടാതെ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കാം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നോ ഷൺമുഖ പ്രചോദയാത്. ബുദ്ധിശക്തി, വിദ്യാലബ്ധി, മാനസികമായ കരുത്ത് എന്നിവ ലഭിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ജപിക്കാവുന്ന മന്ത്രമാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം. മന്ത്രങ്ങൾ രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടുകൂടി നിലവിളക്ക് കൊളുത്തി വെച്ച് 21 തവണ അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. വ്രതമെടുക്കാൻ സാധിക്കാത്തവരും വ്രതമെടുക്കുന്നവരുമെല്ലാം പൂർണ്ണ ഭക്തിയോടുകൂടി ഈ മന്ത്രങ്ങൾ ജപിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കാവുന്ന പ്രധാന വഴിപാടുകളും അതിൻ്റെ ഫലങ്ങളും നോക്കാം. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട വഴിപാടുകളാണ് വിവിധ തരത്തിലുള്ള അഭിഷേകങ്ങൾ. പാലഭിഷേകം ചെയ്യുന്നത് ദാമ്പത്യ സുഖം, കുടുംബ ഐശ്വര്യം, മംഗല്യസിദ്ധി എന്നിവയ്ക്കാണ്. ഭസ്മാഭിഷേകം ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്കും പാപനാശത്തിനും ഉത്തമമാണ് ഭസ്മാഭിഷേകം. പനിനീരഭിഷേകം ചെയ്യുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറുന്നതിനും മനസ്സമാധാനത്തിനും വളരെ നല്ലതാണ്. തേനഭിഷേകം അല്ലെങ്കിൽ നെയ്യഭിഷേകം ചെയ്യുന്നത് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനാണ്. പഞ്ചാമൃതം, പഴം, ശർക്കര, കൽക്കണ്ടം, തേൻ, നെയ്യ് എന്നിവ ചേർത്തുള്ള ഈ വഴിപാട് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണിത്. ഇത് രോഗശാന്തിക്ക് ഉത്തമമാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൽ പഞ്ചാമൃതമോ പാലോ കൊണ്ട് അഭിഷേകം നടത്തി ആ സമയം പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹ തടസ്സം മാറുന്നതിന്, വിദേശയാത്ര, പരീക്ഷാ വിജയം, വലിയ വലിയ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിന് ഈ വഴിപാട് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിലോ ഷഷ്ടി ദിവസങ്ങളിലോ ഭഗവാന് ചുവന്ന തെച്ചിപ്പൂ കൊണ്ട് മാല സമർപ്പിക്കുന്നതും നാരങ്ങാവിളക്ക് തെളിയിക്കുന്നതും ആഗ്രഹ സാഫല്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വിവാഹം, വീട് നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതിന് ഈ വഴിപാടുകൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള ഷഷ്ടി വ്രതത്തെക്കുറിച്ചും സുബ്രഹ്മണ്യ മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഏവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.